ഇത് ഔസേപ്പ് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലുവിള സ്വദേശിയാണ്. ചെറുപ്രായം മുതൽ മത്സ്യബന്ധനം തൊഴിലായി സ്വീകരിച്ച ഇദ്ദേഹം നിരവധി ആത്മീയ അനുഭവങ്ങളിലൂടെയാണ് കടന്നുപോയിട്ടുള്ളത്. കടലിലുണ്ടായ വലിയൊരു ദുരന്തത്തിന്റെ ഭാഗം കൂടിയാണ് ഇദ്ദേഹം. ആഴിയിൻ ആഴങ്ങളിലൂടെ മനസ്സ് തുറക്കുകയാണ് ഔസേപ്പ്. എല്ലാവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഔസേപ്പ് എന്നാണ്. ഞാൻ പുല്ലുവിള സ്വദേശി. എൻ്റെ കൊച്ചുകാലത്തെ ജീവിതത്തിൽ അച്ഛനും ഞാനുമായിട്ടാണ് കട്ടമരത്തിൽ പണിക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരു 20 വയസ്സ് പ്രായത്തിൽ ഞാനൊരു വള്ളത്തിൽ പണിക്ക് പോകാൻ ഇടയായി. ആ ഇടയിൽ 1994 ജനുവരി 7-ാം തീയതി ഞങ്ങളങ്ങനെ ഈ വള്ളത്തിൽ പണിക്ക് പോയി. അവിടം ഞങ്ങൾക്ക് പറ്റിയ ഒരു അപകടം എന്ന് പറഞ്ഞാൽ കാറ്റിൻ്റെ ആ ശല്യം നിമിത്തം ഞങ്ങൾ എഞ്ചിൻ പ്രോബ്ലമായി 10 ദിവസം വരെ ഞങ്ങൾ ഉപ്പുവെള്ളത്തിലായിരുന്നു. അന്ന് പണിക്ക് പോയ ആ സമയം തന്നെ അന്ന് നമുക്ക് കടലിൽ ഇങ്ങനെ ഒരു വലിയൊരു കാറ്റ് ഉണ്ടായി. ഞങ്ങൾ അങ്ങനെ അമ്മ മാതാവിനെ പിടിച്ച് ജപമാല പഠിച്ച് പ്രാർത്ഥിച്ച് മിഷ്യൻ്റെ ആ പ്രോബ്ലം തീർത്തു തരാൻ വേണ്ടി മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിഷ്യൻ യാതൊരു കാരണവശാലും മിഷ്യൻ നടക്കാതെ കാറ്റിൻ്റെ ആ ഒരു ശല്യം നിമിത്തം നമ്മളെ ഒഴുക്കിൽപ്പെട്ട് അങ്ങ് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പോഴും നമ്മളിത് മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഒരേ ദിവസവും നമ്മൾ ജപമാല ചൊല്ലി 3-ാം ദിവസം വീട്ടിലുള്ള എല്ലാവരും നമ്മളെ കൈവിട്ടെന്നുള്ളൊരു ധാരണയിലെത്തി. ആ വിഷമം ഞങ്ങൾ മരണത്തോട് അടുത്ത് പോയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ കടലിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കടന്നു പോയി. 4 പേരും ഞങ്ങൾ ദൈവത്തെ വിളിക്കാത്ത ദിവസങ്ങളൊന്നുമില്ല. അപ്പം ഞങ്ങളുടെ വിശപ്പാണെങ്കിൽ ഒരു ദിവസമാണ് നമ്മൾ ഈ ആഹാരം കൊണ്ടുപോകുന്നത്. ആഹാരം കൊണ്ടുപോയി ആ ആഹാരം അന്നത്തോടുകൂടി തീർന്നു. അപ്പം ഓരോ ദിവസവും ഞങ്ങൾക്ക് ഈ ഉപ്പുവെള്ളം മാത്രമേ കുടിക്കാനുണ്ട്. അപ്പോൾ ഓരോ ദിവസം രാവിലെ എഴുതിച്ച് നമ്മൾ രാവിലെ ഒരു ചോറ്റുപാത്രം ഉപ്പുവെള്ളം ഈശോയുടെ തിരുശരീരമാകട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ ആ ഉപ്പുവെള്ളത്തിന് കുടിക്കും. അതേപോലെ 3 നേരവും കുടിക്കും. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് നമുക്ക് ഒരു ഇതുമില്ല. കാറ്റിൻ്റെ ആ ഒരു ശക്തി കൂടി നമ്മളെ ഒഴുക്കിൽപ്പെട്ട് അങ്ങനെ ചുമ്മാ കൊണ്ടുപോയി. ആ ഓരോ ദിവസവും ഞങ്ങൾ ജപമാല വള്ളത്തിലിരുന്ന് പഠിക്കും. അപ്പം 4-ാമത്തെ ദിവസം ഒരു കടൽ ഇരഞ്ഞു കയറി വള്ളത്തെ മറയ്ക്കാൻ വേണ്ടി വള്ളമെല്ലാം മുങ്ങി. ആ സമയത്ത് ഞങ്ങൾ 4 പേരും കൂടി അപ്പുറത്തും ഇപ്പുറത്തും ചാടി ആ വള്ളത്തിനെ നേരെ പിടിച്ച് ഒരാൾ കയറി കുറേശ്ശെ വെള്ളം കോരി ഇറച്ച് അങ്ങനെ വള്ളം ഒരു സമനിലയിൽ വന്ന് ആ സമയത്ത് രാവിലെ ആണിത് സംഭവിക്കുന്നത്. ആ സമയത്ത് ഒരു കപ്പൽ ഞങ്ങളുടെ അവിടെ നിന്ന് തെക്കുന്ന് പടിഞ്ഞാറോട്ട് വരുന്ന ആ കപ്പലിനെ ഞങ്ങളെല്ലാവരും കൂടി കിടന്ന് വിളിച്ചപ്പോഴും കപ്പലുകാർ നമ്മുടെ അടുത്ത് വരുന്നില്ല. അങ്ങനെ ഇനി ഒഴുക്കിൽപ്പെട്ട് അപ്പോൾ ഈ ഭക്ഷണം എല്ലാം ഈ ഉപ്പുവെള്ളം മാത്രമാണ്. അപ്പോൾ ഓരോ ദിവസവും മാതാവിൻ്റെ ജപമാല ഞങ്ങളെന്നും പഠിക്കും. മാതാവിൻ്റെ ജപമാല പഠിച്ച് ആകാശത്തെ നക്ഷത്രവും ചന്ദ്രനും സമുദ്രത്തിലുള്ള ഞങ്ങൾ 4 ആളും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഓരോ ദിവസവും കഴിച്ചു കൂട്ടി 9-ൻ്റെ അന്ന് അപ്പോൾ 8-ൻ്റെ അന്ന് തന്നെ ഞങ്ങളെല്ലാവരും കൂടി അപ്പോൾ 8-ൻ്റെ പൂജയൊക്കെ വയ്ക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ അന്ന് 8-ാമത്തെ ദിവസം ഞങ്ങൾ ആ കടലിലൊന്ന് നനഞ്ഞ് കുളിച്ച് കയറാം. അപ്പോൾ ഇന്ന് നമ്മുടെ പൂജ വയ്ക്കുമെന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ 8 ദിവസം കഴിഞ്ഞല്ലോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി ഇടുപ്പിൽ കയറൊക്കെ കെട്ടി വെള്ളത്തിലിറങ്ങി. അപ്പോൾ അഥവാ കയ്യോ കാലോ തളർന്ന് താഴെ പോകാത്ത തരത്തിൽ ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം നമ്മളെ വലിച്ച് മുകളിൽ കയറ്റുമെന്നുള്ളൊരു ധൈര്യം വെച്ച് റോപ്പിൽ ഇടുപ്പിൽ കയറൊക്കെ കെട്ടി നമ്മൾ വെള്ളത്തിലിറങ്ങി കുളിച്ച് കയറിയിട്ട് പറഞ്ഞ് നമ്മുടെ പൂജ ഇന്ന് ഏതായാലും വയ്ക്കും.
അപ്പം നമ്മളിനി ജീവനോടുള്ളവർ ആരായിരുന്നാലും ഏതെങ്കിലും ഒരു കരച്ചെന്ന് പറ്റണം. കരച്ചെന്ന് പറ്റണമെന്നപ്പം മരിക്കണവരെ ആരെയായിരുന്നാലും നമ്മളെടുത്ത് കളയണം, വച്ചിരിക്കണ്ട. വച്ചിരുന്നാൽ നമ്മൾ ഇരിക്കണവർ തന്നെ പേടിക്കുമെന്നുള്ളൊരു ആ ഒരു ഇതിൽ പറഞ്ഞ് 8ൻ്റെ അന്ന് കഴിഞ്ഞ് 9ൻ്റെ അന്നായി. അപ്പോൾ ആളെല്ലാം ഞങ്ങൾ ഉപ്പുവെള്ളം കുടിച്ച് ഇത്ര ഒരു ഈർക്കലിൻ്റെ അത്രയും വണ്ണത്തിലായി. ചുണ്ടിൻ്റെ തൊലികളെല്ലാം ഉരിഞ്ഞ് ശരീരമെല്ലാം ഉണങ്ങി വരണ്ട് ആ കഷ്ടത്തിൽ ആ ഇതിൽ കിടക്കുമ്പോൾ 9ൻ്റെ അന്ന് രാത്രി ഞങ്ങളിങ്ങനെ മാതാവിനെ വിളിച്ച് ജപമാലയും പഠിച്ചിട്ട് കിടക്കുമ്പം വെളുപ്പാൻ രാവിലെ ഒരു ബോട്ടുകാർ ഞങ്ങളുടെ തൊട്ടടുത്ത്, അന്ന് ഞായറാഴ്ച ദിവസം എല്ലാവരും പള്ളിയിൽ പോകുന്ന ആ സമയം 5 മണി, വെളുപ്പാൻ രാവിലെ 5 മണിക്ക് ഈ ബോട്ട് വന്ന് ഞങ്ങളുടെ ഒരു തൊട്ട് തെക്ക് പുറം കുറച്ച് മാറി കിടക്കണം. അപ്പോൾ ഈ ബോട്ടിൻ്റെ 2 സിഗ്നലും ഞങ്ങൾക്ക് കാണുന്നതുകൊണ്ട് ഒരാൾ മാത്രം എഴുതിച്ചിരുന്ന ആൾ, അപ്പോൾ അയാൾ ഇതാ ഒരു ബോട്ടിൻ്റെ വെട്ടം കാണുന്നു. അപ്പോൾ അന്ന് എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ഉടനെ ഞങ്ങൾ എഴുതിച്ച് നോക്കിയപ്പോൾ ശരി തന്നെ, മാതാവിൻ്റെ രൂപം ഇരിക്കുന്ന ഒരു ബോട്ട് അവിടെ അവർ ചൂണ്ടപ്പണി ചെയ്തുകൊണ്ട് കിടന്നപ്പോൾ മീൻ കൂടുതൽ കിട്ടിയത് കൊണ്ട് അവരവിടെ തന്നെ ചുമ്മാ കിടന്ന്. അപ്പോൾ നേരവും അങ്ങ് വെളുത്ത്. അപ്പം ഞങ്ങളുടെ വള്ളത്തിലാണെങ്കിലോ വിളക്കുമില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇപ്പോഴത്തത് പോലെ വലിയ എമർജൻസി ലൈറ്റൊന്നുമല്ല, അന്ന് മണ്ണെണ്ണ വിളക്കാണ്. അപ്പോൾ അവർ നേരം വെളുത്തപ്പോൾ ഞങ്ങളുടെ ഇത് കണ്ട് അവർ ഞങ്ങളുടെ അടുത്ത് ഓടി വന്നു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് തുഴയണ്, അവർ ഇങ്ങോട്ടും വരണം. അപ്പോൾ രണ്ടും ഒരുമിച്ചായി. അപ്പം ഞങ്ങളുടെ അടുപ്പിച്ച് വന്നപ്പോൾ തന്നെ അവർ വന്ന് ഞങ്ങളുടെയൊക്കെ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് ഭാഷയൊന്നും മനസ്സിലാകണില്ല. അപ്പം ഞങ്ങൾ ചോദിച്ച്, ഞങ്ങൾ 10 ദിവസമായി ഇഞ്ചിൻ പ്രോബ്ലമാണ്, അപ്പോൾ അവർക്കൊന്നും മനസ്സിലാവണില്ല. അവർക്ക് മനസ്സിലാവാതെ അവർ ഞങ്ങളൊക്കെ പറഞ്ഞത്, അപ്പോൾ നിങ്ങൾ ബോട്ടിൽ കയറി തമിഴിലേക്ക്, ഇംഗ്ലീഷും തമിഴും കൂടി കലർത്തിയിട്ട് സംസാരിക്കുന്ന സിംഗിളം ഭാഷയാണ്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ട് അവർ പറഞ്ഞ് ബോട്ടിൽ കയറിക്കോളി. അപ്പോൾ മുതലാളിയെ ഞങ്ങൾ വിളിക്കട്ട്, കരയിലോട്ട് പോകേണ്ടത് മുതലാളിയെ വിളിച്ചറിയിച്ചാലേ ഇന്ന് ഞങ്ങൾക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഈ ബോട്ടും വള്ളവും വലയും ഒന്നും എടുക്കണ്ട, ഞങ്ങളെ മാത്രം കൊണ്ടുപോയാൽ മതി. അപ്പം കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു കരയ്ക്ക് കൊണ്ട് എത്തിക്കാൻ പറഞ്ഞു ഞങ്ങളെ. അപ്പോൾ അവർ പറഞ്ഞ്, അപ്പം ഞങ്ങൾ ബോട്ടിൽ കയറിയപ്പോഴാണ് മാതാവിൻ്റെ രൂപം, ഒരു വലിയ സ്വരൂപം ഇരിക്കണം. അപ്പം ഞങ്ങൾ 4 പേരും കൂടി മാതാവിനെ ചെന്ന് പ്രാർത്ഥിച്ച്, അവർ ആദ്യമായിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൊണ്ട് തന്നിട്ട് പറഞ്ഞ് കുറേശ്ശെ കുടിച്ചാൽ മതി, കുടൽ ഉണങ്ങിയിരിക്കണം. അപ്പം കുടൽ കോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആഹാരം ഉള്ളിലോട്ട് പോകും. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് ചൂട് വെള്ളം കൊണ്ട് തന്ന് കുടിച്ച് ഞങ്ങൾ മാതാവിനെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട്, ആ സമയവും മാതാവിനെ നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഈ ബോട്ട് വന്നില്ലെങ്കിൽ ഞങ്ങളുടെ 4 ജീവനും മരണത്തിൽ പോകുമായിരുന്നു. അത് 10ാമത്തെ ദിവസമാണ്. ആ സമയത്ത് തന്നെ മുതലാളിയെ വിളിച്ച് കാര്യം അറിയിച്ചപ്പോൾ മുതലാളി പറഞ്ഞ്, അപ്പം കേരളം തിരുവനന്തപുരം എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആർക്കും മനസ്സിലാകണില്ല. ഇന്ത്യക്കാരെന്ന് പറഞ്ഞപ്പം അവർക്ക് മനസ്സിലായി ഇത് ഇന്ത്യക്കാരാണ് 4 പേരും. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾക്കൊരു അപകടത്തിൽ ഈ 4 ഇന്ത്യക്കാരെ കിട്ടി, ഈ ആളുകളെയും കൊണ്ട് ഞങ്ങൾ കരയ്ക്ക് വരട്ടോ എന്ന് ചോദിച്ചു മുതലാളിയുടെയൊക്കെ. അപ്പം മുതലാളി പറഞ്ഞ് അവരുടെയൊക്കെ വയർലെസ് കൊടുത്ത് സംസാരിക്കണം എൻ്റെയൊക്കെ. അപ്പം ഞങ്ങൾ സംസാരിച്ചിട്ട് പറഞ്ഞ് ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഞങ്ങളിങ്ങനെ 10 ദിവസമായി ഈ മിഷ്യൻ പ്രോബ്ലമാണ്, അപ്പോൾ ഞങ്ങൾ ഒഴുക്കിൽപ്പെട്ടാണ് വന്ന് ഞങ്ങളൊന്ന് കരയ്ക്ക് കൊണ്ടുപോകണം എന്ന് മുതലാളിയുടെയൊക്കെ ഞങ്ങൾ പറഞ്ഞു. അപ്പം മുതലാളി പറഞ്ഞ് ബോട്ടിൻ്റെ ഡ്രൈവറുടെ ഒക്കെ കൊടുക്കാൻ പറഞ്ഞു വയർലെസ്. അപ്പം ഡ്രൈവറുടെ ഒക്കെ കൊടുത്തപ്പം ഡ്രൈവറുടെ ഒക്കെ മുതലാളി വിളിച്ച് പറഞ്ഞ്, നിങ്ങൾ ബോട്ട് അവരെയും കയറ്റിയിട്ട് ബോട്ട് കരയ്ക്ക് വിട്ടോ. അപ്പം തന്നെ ഞങ്ങൾക്ക് മരണത്തിൻ്റെ ആ വക്കിന്ന് ഞങ്ങൾ കര കയറും എന്നുള്ളൊരു ഉറപ്പായി. അപ്പം എല്ലാ ഉപകരണ സാധനങ്ങളെല്ലാം ബോട്ടിൽ കയറ്റി ഞങ്ങളെയും ബോട്ടിനെയും വള്ളത്തെയുമായിട്ട് അങ്ങ് കെട്ടി വലിച്ച് അങ്ങ് കരയ്ക്ക് കൊണ്ടുപോയേണ്ട എല്ലാ പ്ലാനും ചെയ്തിട്ട്
ഓടിയ ഉടനെ തന്നെ ഞങ്ങളുടെ വള്ളം ഒരു ലെവലിൽ നിൽക്കാത്തതുകൊണ്ട് അവർ ആ റോപ്പിനെ വെട്ടി തന്നിട്ട് പറഞ്ഞ് ഇതാ നിങ്ങളുടെ വള്ളം നിങ്ങൾ തന്നെ അങ്ങ് കളഞ്ഞോ, നിങ്ങളെ കൊണ്ട് ഞങ്ങൾ പോവാം. അപ്പം ഞങ്ങൾ ആ വള്ളത്തെ എടുത്ത് കളഞ്ഞിട്ട് അവിടെ നിന്ന് ഓടി 48 മണിക്കൂർ എടുത്ത് ഞങ്ങൾ കര എത്താൻ. അപ്പോൾ ഈ എത്തണ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കുറേ ബോട്ടുകൾ ഇവർ കൂട്ടു ബോട്ടുകളെ വിളിച്ച് ഞങ്ങൾക്ക് കുളിക്കാനുള്ള വെള്ളവും എണ്ണയും ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് അവർ കൂട്ടു ബോട്ടിനെ ഇല്ലാത്തതും വിളിച്ചിട്ട് പറഞ്ഞ് ഇങ്ങനെ 4 പേര് ഞങ്ങൾക്ക് ഇന്ത്യക്കാരെ അപകടം പിടിച്ച് കിട്ടി, ഞങ്ങൾക്ക് വെള്ളമെല്ലാം തീർന്ന്. അപ്പോൾ ഇവരെ ഒന്ന് കുളിക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ചോദിച്ചു. പിന്നെ ഞങ്ങൾക്ക് കഴിക്കേണ്ട ഭക്ഷണങ്ങളെല്ലാം ഈ ബോട്ടുകാർ തന്നെ കരയിൽ നിന്ന് വന്ന ബോട്ടുകളാണ്. ആ ബോട്ട് ഈ ഭക്ഷണങ്ങളെല്ലാം തന്നു, വെള്ളവും തന്നു, തുണികളും ഞങ്ങൾക്ക് ഇടേണ്ട തുണികളും ഒക്കെ തന്ന്. അപ്പം ബോട്ടുകാർ പറഞ്ഞ് നിങ്ങൾക്ക് ഒന്നും സംഭവിക്കില്ല, അപ്പോൾ നിങ്ങൾ എങ്ങനെയായിരുന്നാലും നിങ്ങളുടെ ഏത് രാജ്യമാണ് ഇന്ത്യ രാജ്യത്ത് അവർ കയറ്റി അയക്കും, അതുകൊണ്ട് നിങ്ങളൊന്നും പേടിക്കേണ്ട. അപ്പം ഞങ്ങൾ ഒരു 10-15 ദിവസം കഴിഞ്ഞാൽ തന്നെ ഞങ്ങൾ കരയ്ക്ക് വരും, അപ്പം എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് അവിടെ ഒന്ന് സംസാരിക്കാം എന്നൊക്കെ അവർ പറഞ്ഞിട്ട് അവർ ഉള്ളിലോട്ടും പോയി, ഞങ്ങൾ കരയിലോട്ടും പോയി. അപ്പോൾ കര പോയി ഒരു 48 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബോട്ട് കരയ്ക്ക് അടുക്കണത്. കരയ്ക്കടുത്ത് അപ്പോൾ ഇവർ അടുത്ത ബോട്ടുകാരുടെയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് 4 ഇന്ത്യക്കാരെയൊക്കെ കിട്ടി, അത് ഇങ്ങനെ ഒരു അപകടം പിടിച്ച് കിട്ടിയതാണ്. അപ്പോൾ അവർക്കൊരു ഭയങ്കര ഒരു അത്ഭുതം പോലെ ഈ ഇത്രയും അപകടം പിടിച്ച്. അപ്പോൾ ഇവരുടെയൊക്കെ ചോദിച്ച് എത്ര ദിവസം കഴിഞ്ഞാണ് ഇവരെ നിങ്ങൾക്ക് കിട്ടി? അപ്പം ബോട്ടുകാർ പറഞ്ഞ് ഇവർ 10 ദിവസമോളം കടലിൽ ഉപ്പുവെള്ളവും കുടിച്ചാണ് കിടന്നത്. അപ്പോൾ ഞങ്ങൾ കാണുമ്പോൾ 10ാമത്തെ ദിവസമാണ് ഇവരെ ഞങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി 2 ദിവസം എടുത്ത് 48 മണിക്കൂർ കഴിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ കര കൊണ്ട് എത്തിച്ചത്. അപ്പോൾ അവർക്കൊരു വലിയൊരിത് ആഹ്ലാദം ഞങ്ങളെ കാണണമെന്ന്. അപ്പോൾ അവർക്ക് രാത്രി ഞങ്ങളുടെ ഒരു റൂമിൽ, ഈ ബോട്ടിൻ്റെ ഒരു റൂമിൽ കൊണ്ടാക്കിയിട്ട് ചേർത്ത് അടച്ചു വെച്ചിട്ട് അപ്പം ജനൽ മാത്രം തുറന്നിട്ട് അവർക്ക് ഞങ്ങളൊന്ന് നോക്കണം. അപ്പം ആ സമയത്ത് ഈ തമിഴ്നാടും ശ്രീലങ്കയുമായിട്ടുള്ള കൊളംബിയ എന്നുള്ള സ്ഥലത്താണ് ഞങ്ങളെ കൊണ്ട് എത്തിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രശ്നം കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കൊരു ചെറിയ ഭയം ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ നമ്മൾ തമിഴരെന്ന് പറഞ്ഞ് നമ്മളെന്തെങ്കിലും ഉപദ്രവിക്കുമെന്നുള്ളൊരിത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഈ ബോട്ടിലിരുന്നവർ പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യില്ല, നിങ്ങൾ കൃത്യമായിട്ട് മലയാള ഭാഷ സംസാരിച്ചാൽ മതി, അങ്ങനെ തമിഴോ ഞങ്ങളെപ്പോലെ ഒന്നും സംസാരിക്കാൻ പറ്റുമൊന്നും വേണ്ട. അപ്പോൾ അതാണ് മലയാള ഭാഷയാണ് ഞങ്ങൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞപ്പോൾ നിങ്ങളൊന്നും ചെയ്യൂല, നിങ്ങളുടെ സ്ഥലം എവിടെയാണോ അവിടെ നിങ്ങളെ കൊണ്ടെത്തിക്കും എന്ന് പറഞ്ഞ് നേരം വെളുത്ത്. അപ്പോൾ ഞങ്ങളെ കാണാൻ വേണ്ടി അവിടെ ഹാർബർ ആയതുകൊണ്ട് ഇഷ്ടം പോലെ ജനങ്ങൾ കൂടിയപ്പോൾ മുതലാളി വന്ന് ബോട്ടിൽ വന്നവരുടെയൊക്കെ പറഞ്ഞ് ഇവരെ 4 പേരെയും ഒന്ന് കൊണ്ടുവരണം. അപ്പോൾ ജനങ്ങളായി കൂടി ഞങ്ങളെ മുന്നോട്ട് നടക്കാനും ഞങ്ങൾക്ക് പറ്റുന്നില്ല. അപ്പോൾ ഇവരെല്ലാവരും കൂടി അങ്ങ് ആളെ മാറ്റി ഞങ്ങളെ മുതലാളിയുടെ കാറിൽ കൊണ്ടുവന്ന് കയറ്റി. അപ്പം മുതലാളി കയറിയ ഉടനെ തന്നെ ചോദിച്ചു വല്ലതും ഭക്ഷണമല്ലോ കഴിച്ചോ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഭക്ഷണമൊന്നും കഴിച്ചില്ല, രാത്രി ചോറ് കഴിച്ച്, അപ്പം ഭക്ഷണമൊന്നും കഴിച്ചില്ല. അപ്പം പറഞ്ഞ് കണക്കപ്പിള്ളിയുടെയൊക്കെ പറഞ്ഞ് ഹോട്ടലിൽ കൊണ്ടുപോയി ഇവർക്ക് കാപ്പി ആദ്യം വാങ്ങിച്ചു കൊടുത്ത് നമുക്ക് ബാക്കി കാര്യം പിന്നീട് എന്താണെന്നുള്ളത് സംസാരിക്കാം. ഞങ്ങൾക്ക് അത് രാവിലെ തന്നെ കാപ്പിയൊക്കെ വാങ്ങിച്ചു തന്ന്. ഇപ്പം മലയാളികളെ നോക്കി ഈ മുതലാളി മലയാളം സംസാരിക്കുന്ന ആളുകളെ നോക്കി 2 വീട്ടുകളിൽ പോയി. അപ്പോൾ അവിടെ ആരും മലയാളി ഇല്ല. അപ്പം മുതലാളി വിചാരിച്ചത് ഇന്നെ നമുക്ക് സ്റ്റേഷനിൽ അറിയിക്കാം, നമുക്ക് ഇവരെ കൊണ്ടുവന്ന് എത്തിക്കണമല്ലോ, ഇനി ഇവരുടെ സ്ഥലം ഏതാണെന്നുള്ളത് സർക്കാർ തമ്മിൽ സംസാരിച്ച് ഇവരുടെ രാജ്യക്കാർ വരെ കൊണ്ടുപോട്ടെ എന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഹാജരാക്കി. അപ്പോൾ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഹാജരാക്കി ഇന്ത്യൻ ഈ മുതലാളിയും ഈ ബോട്ടുകാരുമായിട്ട് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഹാജരാക്കി. ഞങ്ങളെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ സ്ഥലം ഈ സ്റ്റേഷനിൽ പറഞ്ഞ് ഞങ്ങൾ ഇന്ത്യക്കാരാണ്, ഞങ്ങളിങ്ങനെ 10 ദിവസമായി ഉപ്പുവെള്ളം കുടിച്ച് അങ്ങനെ മിഷ്യൻ പ്രോബ്ലം ആയിട്ടാണ് ഞങ്ങൾ ഇത്രയും ദൂരം വന്നത്, അപ്പോഴാണ് ഇവരെ കണ്ടത് എന്നുള്ള കാര്യമെല്ലാം സ്റ്റേഷനിൽ ഞങ്ങൾ മലയാളത്തിൽ പറഞ്ഞു.
അപ്പോൾ അവർ പറഞ്ഞ്, അപ്പോൾ ഈ മുതലാളിയും ബോട്ടുകാരും പറഞ്ഞത്, നിങ്ങൾ 4 പേര് ഇവിടെ സുരക്ഷിതമാണ്, നിങ്ങളുടെ നാട്ടിൽ ഇവർ ഈ സ്റ്റേഷൻ വഴി തന്നെ നിങ്ങളുടെ മന്ത്രി MLA അറിയിച്ച് നിങ്ങളെ നാട്ടിലേക്ക് കയറ്റി അയക്കും എന്നുള്ള കാര്യമെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞ്, നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡോ വല്ലതോ ആവശ്യമാണെങ്കിൽ ഇവരുടെയൊക്കെ പറഞ്ഞാൽ ഇവർ വാങ്ങിച്ചു തരും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞ്, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവരുടെ നമ്പർ സ്റ്റേഷനിൽ കൊടുത്തിട്ട് പറഞ്ഞ്, ഈ നമ്പറിലൊന്ന് ഞങ്ങളൊന്ന് വിളിച്ചറിയിക്കണം, ഇവർക്ക് എന്താണോ കുറവ് അപ്പോൾ അത് ഞങ്ങൾ ചെയ്യാം എന്നുള്ള ഇതെല്ലാം ബോട്ടുകാർ പറഞ്ഞു. അങ്ങനെ അവർ പോയി ഞങ്ങളെ ഈ സ്റ്റേഷനിൽ ഈ ഭക്ഷണമൊന്നും തരാതെ, അപ്പോൾ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ വന്നുകൊണ്ട് ചോദിച്ച്, ഭക്ഷണമെല്ലാം ഉച്ചയ്ക്ക് കഴിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞൊന്നും കഴിച്ചില്ല. അപ്പോൾ ഒരു പോലീസുകാരനെ വിളിച്ച് 4 പേർക്കും ഭക്ഷണത്തിനുള്ള പൈസ കൊടുത്തിട്ട് പറഞ്ഞ്, ഇവർക്ക് 4 പേർക്കും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം. അപ്പോൾ ഭക്ഷണം വാങ്ങിച്ച് കൊണ്ട് തന്ന് ഞങ്ങൾ 4 പേരും കഴിച്ച് പിറ്റന്നായി. അപ്പം TV-ക്കാരും ചാനലുകാരും ഞങ്ങൾ വന്നിങ്ങനെ ഫോട്ടോകളെടുത്ത്, പത്രക്കാരും ഒക്കെ വന്ന് ഫോട്ടോകളെടുത്ത് എടുത്തിട്ട് പോയി. പോലീസുകാർ 4 പൊതി ചോറ് വാങ്ങിച്ചുകൊണ്ട് തന്ന് ഞങ്ങൾ ആ ചോറും കഴിച്ചിട്ട് രാവിലെ ആയി. ഞങ്ങൾക്ക് ഇനിയും വിശപ്പ് കൂടിയപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി ഇരുന്ന് ആലോചിച്ച്, നമുക്ക് ഈ ബോട്ടുകാരുടെയൊക്കെ തന്നെ പോകാൻ, നമുക്ക് കുളിക്കാനും മറ്റൊന്നും പറ്റണില്ല. അപ്പോൾ ഇവർ നമുക്കൊരു ഭക്ഷണം, ഏതെങ്കിലും ഒരു സാറ് വന്നാലേ നമുക്ക് ഭക്ഷണം വാങ്ങിച്ചു തരും. അപ്പോൾ നമുക്ക് ഈ ബോട്ടുകാരുടെയൊക്കെ പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ 4 പേരും കൂടി ആലോചിച്ച് ആ റോട്ടിലോട്ട് ഇറങ്ങി നടന്ന്. ഞങ്ങൾക്കപ്പോൾ വഴിയൊന്നും അറിയില്ല, ഞങ്ങൾ വെറുതെ പിറ്റന്നാണ് ഇറങ്ങി നടക്കുന്നത്. അപ്പോൾ ഒരു പത്രം വായിച്ചുകൊണ്ടിരുന്ന ഒരാൾ, ഞങ്ങളുടെ ഫോട്ടോ ഇരുന്ന ഭാഗമാണ് അയാൾ വായിച്ചിട്ട് ഞങ്ങളിങ്ങനെ കൈ കാണിച്ച് വിളിച്ച്, നിങ്ങളിത് തമിഴിലാണ് സംസാരിക്കുന്നത്, കൊടും തമിഴിലാണ് അവർ സംസാരിക്കുന്നത്. എங்கே പോകണമെന്ന് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ്, ഞങ്ങളെ കൊണ്ടുവന്ന ബോട്ടുകാരുടെയൊക്കെയാണ്, ആ സ്ഥലത്താണ് ഞങ്ങൾ പോകണമെന്ന് ഞങ്ങൾ പറഞ്ഞു. അപ്പോൾ എന്താണ് പ്രോബ്ലം എന്ന് ചോദിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ്, ഞങ്ങൾക്ക് ഭക്ഷണവുമില്ല, കുളിക്കാനും മറ്റൊന്നും ഞങ്ങൾക്ക് പറ്റണില്ല, അപ്പോൾ ഭക്ഷണം ഇല്ലയോ എന്ന് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, വരി സാപ്പിടല്ല എന്നിങ്ങനെ തമിഴിൽ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ ചെന്നപ്പോൾ അയാൾ നല്ല ഫുഡൊക്കെ വാങ്ങിച്ചു തന്ന് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതൊരു ബോട്ട് ഉടമസ്ഥനാണ്. ആ ബോട്ട് ഉടമസ്ഥൻ ഞങ്ങളെ കിട്ടിയ ബോട്ടുകാരുടെയൊക്കെ വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ ഇന്നലെ ഈ സ്റ്റേഷനിൽ കൊണ്ടാക്കിയ ആൾ 4 പേര് എൻ്റെ അടുത്തുണ്ട്, അപ്പം നിങ്ങൾ ഇവിടെ വന്നാൽ ഇവരെ 4 പേരെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്ന് പറഞ്ഞ് ബോട്ടുകാർ ഫോൺ ചെയ്ത് വിളിച്ച് അവർ വന്ന് ഞങ്ങൾ കാപ്പ് കുടിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ അവർ കണക്കപ്പുള്ള ഈ മുതലാളിയുമായിട്ട് വന്ന് ഞങ്ങളെ 4 പേരെയും കണ്ടിട്ട് എന്താണ് കാര്യമെന്ന് ചോദിച്ചു. സ്റ്റേഷനിൽ നിന്ന് ഇങ്ങനെ വരാൻ കാര്യം എന്താണ്? ഞങ്ങൾ പറഞ്ഞ്, ഞങ്ങൾക്ക് ഇങ്ങനെ വിശന്നിരിക്കാൻ വയ്യാത്തതുകൊണ്ട് ഒന്ന് കുളിക്കാനും ചെയ്യണം, അപ്പോൾ ആ ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പോൾ ഞങ്ങൾ ബോട്ടിൽ വരാൻ വേണ്ടി ബോട്ടിൽ കൊണ്ടുവന്നുകൊണ്ടൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വരണം. അപ്പോൾ സ്റ്റേഷനൊന്നും തന്നില്ലയോ എന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞ്, അങ്ങനെ രാവിലെ അവർ കാപ്പി ഒന്നും തരില്ല, ഉച്ചയ്ക്കാണെങ്കിൽ ഏതെങ്കിലും സാറന്മാർ വല്ല ചോറോ വല്ലതോ വാങ്ങിച്ചു തരും. അപ്പോൾ പറഞ്ഞ് ആ ബോട്ടുകാരൻ പറഞ്ഞ്, നിങ്ങളിന്ന് ഈ ഹോട്ടലിൽ കൊണ്ടാക്കിയിട്ട് കാപ്പിയൊക്കെ വാങ്ങിച്ചെന്ന് കാപ്പി കുടിച്ചുകൊണ്ട് ഇരുന്ന സമയത്താണ് ഈ മുതലാളി വന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സ്റ്റേഷനിൽ വിളിച്ചിട്ട് സ്റ്റേഷനിൽ നിന്ന് പോലീസ് വന്നിട്ട് പറഞ്ഞ്, ഇത് ഞങ്ങളുടെ അറിയാതെയാണ് ഇവർ ഇറങ്ങി വന്നത്, അപ്പോൾ ഇവരുടെ സംസാരമൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, അപ്പോൾ ഞങ്ങൾ പറയണത് അവർക്ക് അത്ര അധികം പിടികിട്ടണില്ല, അപ്പോൾ അങ്ങനെയാണ് ഇവർ ഇറങ്ങി വന്ന് എന്ന് പറഞ്ഞപ്പം ഈ ബോട്ടുകാർ പറഞ്ഞത്, സാറിൻ്റെ ഒക്കെ നേരത്തെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങളൊന്ന് വിളിച്ചറിയിച്ചാൽ ഞങ്ങൾ എന്താണെന്നുള്ളത് ചെയ്യാം. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ ഈ പുല്ലുവിളയിലുള്ള ഒരു സൊസൈറ്റി ഉള്ള ഒരാളാണ് ജൂയിങ്കുലാസ് എന്ന് പറയും. ആ വ്യക്തിയുടെ ഒരു സൊസൈറ്റി അവിടെ ഉണ്ട്. ആ സൊസൈറ്റിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ ഞങ്ങളെ വന്ന് കണ്ട് ഇങ്ങനെ കയ്യിൽ തട്ടിക്കൊണ്ട് പറഞ്ഞ്, ഇന്ത്യക്കാരാണോ
അയാൾ തമിഴിൽ തന്നെ പറഞ്ഞ് ഇന്ത്യക്കാരാ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഇന്ത്യക്കാർ തന്നെ. ആ അപ്പോൾ അയാളൊരു അവിടുത്തെ ഒരു 100 രൂപ നോട്ടെടുത്ത് തന്നിട്ട് പറഞ്ഞ് നിങ്ങളിത് ചായ വല്ലതും കുടിക്ക്, ഞാൻ പിന്നാലെ വരുമോ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഇത് ആരാണെന്ന്. അപ്പോൾ ഞങ്ങളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി ഞങ്ങളെ ബ്ലഡൊക്കെ പരിശോധിച്ച് ഡോക്ടറെ കൊണ്ടൊക്കെ കാണിച്ച് എല്ലാം കാണിച്ചതിന് ശേഷം ഞങ്ങൾ ആ സ്റ്റേഷനിൽ തന്നെ വൈകുന്നേരം വരെ ചുമ്മാ ഇരുന്നപ്പോൾ ഈ രാവിലെ കണ്ട ഈ ഞങ്ങളുടെ ഈ പുല്ലുവിളക്കാരൻ എന്ന് പറയുന്ന ഈ ജൂയിങ് ഗ്ലാസ് സാറിൻ്റെ സൊസൈറ്റിയിലുള്ള ആ മനുഷ്യൻ്റെ സൊസൈറ്റിയിലുള്ള ഒരാൾ 4-5 പേരെയും കൂട്ടിക്കൊണ്ടുവന്നു. അപ്പം ഞങ്ങളുടെ ബുദ്ധിമുട്ടെല്ലാം പറയുമ്പോൾ ഈ സൊസൈറ്റിയിൽ വർക്ക് ചെയ്യണ ഈ മനുഷ്യൻ കേട്ടോണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡും കുളിയും ഒന്നും ഇല്ലാത്തതിൻ്റെ ആ ബുദ്ധിമുട്ട് അയാളെ കേട്ടതുകൊണ്ട് സൊസൈറ്റിയിൽ കാര്യം അറിയിച്ച് അവരാണ് ഞങ്ങളിങ്ങനെ ജാമ്യത്തിൽ എടുക്കണത് പോലെ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കുറവുണ്ടോ എല്ലാം ഞങ്ങൾ ചെയ്യാം. അപ്പം ഞങ്ങളുടെയൊക്കെ ഇങ്ങനെ ഒരു സാറ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ 4 പേരെ കാണാതെ പോയൊരു കാര്യം അറിഞ്ഞ് ഞങ്ങളുടെ സാറ് അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് സാറായിരുന്നു ഞങ്ങൾക്ക് ആദ്യം അറിയില്ലായിരുന്നു. അപ്പോൾ ഇവർ ജാമ്യത്തിലെടുക്കണത് പോലെ തന്നെ ഇവർക്ക് ഞങ്ങൾക്കെല്ലാം ചെയ്തു തരുമെന്നുള്ളൊരിതിൽ അവരെ ഞങ്ങളെ സൊസൈറ്റിയിൽ കൊണ്ടുപോയി. സൊസൈറ്റിയിൽ കൊണ്ടുപോയപ്പോഴാണ് നമ്മുടെ ഇവിടുത്തെ വിഴിഞ്ഞത്തെ പള്ളി, അവിടുത്തെ ഫാദർ, നമ്മുടെ പുല്ലുളയിലുള്ള ഈ ജൂയിങ് ഗ്ലാസ് എന്ന് പറയുന്ന സാറിൻ്റെ ഫോട്ടോ, അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങളൊക്കെ ചോദിച്ചു ഇതാണോ നിങ്ങളുടെ സ്ഥലം? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഇത് തന്നെ ഞങ്ങളുടെ സ്ഥലം. അപ്പോൾ പറഞ്ഞത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ സാറിനെ അറിയാം? അപ്പം അവർ പറഞ്ഞ് ഞങ്ങളുടെ ഈ സൊസൈറ്റി ഈ സാറാണ് ഞങ്ങൾക്ക് ഈ സൊസൈറ്റി ആക്കി തന്നത്. അപ്പം അന്ന് തന്നെ 45-50 ബോട്ടുകൾ ഇഞ്ചിനും കൊടുത്തിട്ടുണ്ടായിരുന്നു ആ സാറ്, ജൂയിങ് ഗ്ലാസ് സാറ്. അപ്പോൾ ജൂയിങ് ഗ്ലാസ് സാർ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇവർക്ക് 4 പേർക്കും ഞങ്ങൾ 4 പേരും ജീവനോടുണ്ടെന്ന് ജൂയിങ് ഗ്ലാസ് സാറിൻ്റെ ഒക്കെ അറിയിക്കുന്നത് ഇവരാണ് ആദ്യം. അറിയിച്ചപ്പോൾ തന്നെ അയാൾ വിളിച്ചു പറഞ്ഞത് ഇവർക്കൊരു ഇതും ഭക്ഷണത്തിനോ കുളിക്കോ എന്തിനു വേണമെങ്കിലും ഒന്നും കുറവ് വരുത്തതിൽ അവർക്ക് എന്താണെന്നുള്ളത് അവർക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ള കാര്യം ജൂയിങ് ഗ്ലാസ് സാറ് ആ സമയത്ത് വിളിച്ചു പറഞ്ഞു. ആ സമയത്ത് തന്നെ അവർ ഞങ്ങളെ എല്ലാ നേരവും ഭക്ഷണവും കുളിയും എല്ലാം തന്ന് ഞങ്ങളെ പറഞ്ഞ് സാറൊരു വാക്ക് പറഞ്ഞാൽ മതി നിങ്ങളെ കയറ്റി അയക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ സ്റ്റേഷനിൽ നിന്ന് ഞങ്ങളുടെയൊക്കെ സംസാരിച്ചത് അവിടുത്തെ മന്ത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ഇന്ത്യ എംബസിക്ക്. അപ്പം നിങ്ങളെ 4 പേരെയും കിട്ടിയതായിട്ടുള്ള ഇത് അവിടെ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിലും കൂടെ ഒന്ന് അറിയിക്കണം, എങ്കിലും ഞങ്ങൾക്കൊരു സമാധാനമാവും. അപ്പോൾ ഞങ്ങളുടെ ഈ മരണത്തിൻ്റെ ആത്മാക്കളുടെ പൂജയും 8ൻ്റെ പൂജയും മാസത്തിൻ്റെ പൂജയും അടുത്ത് വരികയാണ്. അപ്പോൾ ആ വരുന്ന സമയത്താണ് ഞങ്ങളിങ്ങനെ പറഞ്ഞത്. അപ്പം ഞങ്ങളിങ്ങനെ കുറേ ദിവസമായി അങ്ങനെ നീണ്ടു പോകുന്നു. അപ്പോഴാണ് ഇവർ ഇങ്ങനെ പള്ളിയിൽ ഞങ്ങൾ പറഞ്ഞത് ജൂയിങ് ഗ്ലാസ് സാറിൻ്റെ കൂടെ ഒന്ന് പറഞ്ഞാൽ മതി ഞങ്ങളുടെ വീട്ടിലൊന്ന് അറിയിക്കാൻ വേണ്ടി. അപ്പോൾ അവർ പറഞ്ഞു ഉടനെ നിങ്ങളൊരു കത്തെഴുതി തന്നാൽ മതി, ഞങ്ങൾ ഫാക്സ് അയക്കാം, അപ്പോൾ അവിടെ അറിഞ്ഞോളൂ. അങ്ങനെ തന്നെ ഉടനെ ഞങ്ങൾ എഴുതി കൊടുത്ത പേപ്പർ ഉടനെ ഇങ്ങോട്ട് അയച്ച് ഉടനെ ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും അറിഞ്ഞ് അവർക്കെല്ലാവർക്കും ഒരു സമാധാനമായി. അപ്പം ഈ പൂജ കഴിഞ്ഞ് 8ൻ്റെ പൂജയും കഴിഞ്ഞ് ഇത്രയും ദിവസവും കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛനും അമ്മയൊക്കെ ഒരു പരുവമായി. വീട്ടിലുള്ള ഞങ്ങളുടെ 4 പേരുടെ വീട്ടിനകത്തുള്ളവരും ഓരോ തര എത്തി. ഞങ്ങളെ പോയെന്നുള്ള ഇതിൽ എല്ലാവരും കൈവിട്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ നാട്ടിൽ അറിയിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ദൈവത്തെ വിളിച്ച് ഈ കടലിൽ കിടന്ന് ഈ 10 ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ തന്നെ മാതാവിൻ്റെ ആ ഒരു വെളിച്ചം ഞങ്ങളുടെ കണ്ണിൽ കൊണ്ടാക്കിയെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി. അപ്പം ഞങ്ങൾ 4 പേരും ഇത് ഒരു വേളാങ്കണ്ണിയിൽ പോകണം, പിന്നെ വല്ലാർപാടത്ത് പോകണം, ഇങ്ങനെയുള്ള ഈ പള്ളികളിൽ പോകണമെന്നുള്ളൊരു ചിന്ത ഞങ്ങളുടെ മനസ്സിൽ. അപ്പോൾ ഏതായാലും നമ്മുടെ നാട്ടിലിറങ്ങി നമ്മൾ ഈ മരിച്ചുപോയ 4 പേരും ഈ ജീവനോടെ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഈ നേർച്ച സ്ഥലങ്ങളിൽ ഞങ്ങൾ 4 പേരും കൂടി ആലോചിച്ച് തീരുമാനിച്ച് അപ്പോൾ ഇങ്ങോട്ട് ഈ കത്തയച്ചു. അപ്പോൾ കത്തയച്ചപ്പോൾ ഞങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞപ്പോൾ ഇന്ത്യൻ
അവിടെ നിന്ന് വിളിച്ചറിയിച്ച് അറിയിച്ച ഉടനെ തന്നെ ഞങ്ങൾക്ക് പാസ്പോർട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പം പാസ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളൊക്കെ പറഞ്ഞ് എമർജൻസി പാസ്പോർട്ട് എടുത്ത് നിങ്ങളെ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ നാട്ടിൽ കയറ്റി അയക്കേണ്ട ഏർപ്പാടെല്ലാം അവിടെ നിന്ന് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഞങ്ങളുടെയൊക്കെ ഈ ഇന്ത്യ എംബസി ഞങ്ങളുടെയൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഒരു 6-7 ദിവസം ശ്രീലങ്ക സബ് ജയിലിൽ ഞങ്ങൾ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞ് അവിടെ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയി ഒരു 4 ദിവസമുള്ള അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യ എംബസി പറഞ്ഞ് 4 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് എല്ലാം ഇതായി ടിക്കറ്റ് എല്ലാം ഒക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് അറിഞ്ഞൂടാ ഇവിടെ ഞങ്ങളെ എടുക്കാൻ വേണ്ടി ആൾ വരുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തന്നെ ഞങ്ങളുടെ കയ്യിൽ വണ്ടിക്കൂലിക്കുള്ള പൈസയും ഇല്ല. അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ അവിടെ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് കയറിയ അന്ന് തന്നെ ഇവിടെ നമ്മുടെ പള്ളിയിലുള്ള അച്ഛന്മാരൊരു 50 അച്ഛന്മാരോളം വരും, 50 വരും സിസ്റ്റർമാർ, പിന്നെ നമ്മുടെ ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ, പിന്നെ അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ടായിരുന്നു. ഒരു 50 വണ്ടിയിലോളം ആളുകൾ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് 4 പേർക്കും കണ്ട ഉടനെ തന്നെ സ്വീകരണമൊക്കെ തന്ന് അവിടെ നിന്ന് മറ്റേ താലൂക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് ഒരു വണ്ടി വന്ന് ആ വണ്ടിയിൽ ഞങ്ങൾ കയറി. പിന്നെ അവിടെ നിന്ന് ഉടനെ വീട്ടിൽ എത്തി. പിന്നെ ഇവിടെ കൊച്ചുപള്ളിയിൽ വന്നപ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്ത് ഇവിടെ നിന്ന് നടന്ന് പോയാൽ മതി, ഞങ്ങൾക്ക് എല്ലാവർക്കും കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ നടത്തി വീട്ടിൽ കൊണ്ടാക്കി. അപ്പോൾ ഞങ്ങൾ 4 പേരും ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നിന്നാണ് 4 പേര് അന്ന് രാവിലെ തന്നെ ദൈവം മാതാവിൻ്റെ അവിടെ ചെന്ന് 4 പേരും മുട്ടിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. മാതാവ് ഇനി നമുക്ക് ദീർഘായുസ്സ് തന്നു, നമുക്ക് മാതാവിന് ഒരുപാട് നന്ദി പറയണമെന്നുള്ള 4 പേരും അങ്ങനെ കുറേ നാൾ ഞങ്ങൾ 4 പേരും പല ദേവാലയങ്ങളിലും പോയി ചെന്ന് പ്രാർത്ഥിക്കും. അപ്പോൾ ഇത്രയും ഈ ഒരു അവസ്ഥയിൽ നമ്മളെ ദൈവം ആ മാതാവ് കൊണ്ടാക്കിയതിന് മാതാവിന് ഒരുപാട് നന്ദി എന്ന് പറഞ്ഞ് ഒരുപാട് പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് അങ്ങനെ ഇപ്പോൾ അതിൽ 2 പേര് മരിച്ച് ഇപ്പോൾ ഞങ്ങൾ 2 പേര് ജീവനോടെ ഉണ്ട്.